കൊച്ചി വടുതലയിൽ നടന്ന കൊടും ക്രൂരതയിലേക്കാണ്. അയൽവാസികളെ തീകൊളുത്തി യുവാവ് ആത്മഹത്യ ചെയ്തു. കൊച്ചി വടുതലയിൽ നടന്ന സംഭവം ഏതാണ്ട് 8 മണിക്ക് ശേഷമാണ് ഉണ്ടായത്. വില്യം എന്നയാളാണ് മരിച്ചത്. പൊള്ളലേറ്റ ക്രിസ്റ്റഫറും ഭാര്യയും ആശുപത്രിയിൽ കഴിയുകയാണ്. ദമ്പതികൾ സ്കൂട്ടറിൽ വരുമ്പോഴായിരുന്നു ആക്രമണമുണ്ടായത്. വിവരങ്ങളുമായി വടുതലയിൽ നിന്ന് അരുൺ കൊടുങ്കൂർ ചേരുന്നുണ്ട്. അരുൺ, വിവരങ്ങൾ. തീർച്ചയായും വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവ വികാസങ്ങൾ തന്നെയാണ് ഉണ്ടായത്. ആ സംഭവം നടന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വെച്ചായിരുന്നു ഈ തരത്തിലുള്ള അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഉണ്ടായത്. എറണാകുളം വടുതലയ്ക്ക് സമീപമാണ് ദമ്പതികൾക്ക് നേരെ പെട്രോൾ അക്രമമുണ്ടായത്. ഇതിൽ 2 പേർക്കാണ് പൊള്ളലേറ്റിരിക്കുന്നത്. ക്രിസ്റ്റഫർ, മേരി എന്നിവർക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റിരിക്കുന്നത്. 50% ഏറെയാണ് ഇവർക്ക് പൊള്ളലേറ്റിരിക്കുന്നത്. ഇവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എന്തായാലും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതിനുശേഷം ഈ വില്യംസ് തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീടാണ് ഈ കാണുന്നത്. എന്തായാലും ദൃക്സാക്ഷികളായ ആളുകളൊക്കെ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. എന്തായിരുന്നു ചേട്ടാ സംഭവം? എന്നുവെച്ചാൽ ഇവർ രണ്ടുപേരും നമ്മുടെ ഈ ചാത്തിയാത്ത് പള്ളിയിൽ പെരുന്നാൾ നടക്കുകയാണല്ലോ. പെരുന്നാളിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വന്ന വഴിക്കാണ് ഈ വില്യംസ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഇവർ തമ്മിൽ ചെറിയ തർക്കങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. 1-2 പ്രാവശ്യം വന്നു. കാരണം ഈ വേസ്റ്റ് എടുത്തിട്ട് ഈ മേരിച്ചേച്ചിയുടെ വീട്ടിലേക്ക് ഇടുന്നു എന്നുള്ള തർക്കമാണ് വന്നത്. അപ്പോൾ 2 പ്രാവശ്യം തർക്കം പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞാൽ അവൻ വിളിച്ച് സംസാരിക്കണം. അവനോട് പറഞ്ഞു. അതിനനുസരിച്ച് ഞാൻ വിളിച്ച് സംസാരിച്ച് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞാണ് ഇവൻ. പക്ഷെ ഇങ്ങനെ ഇവർ ആസൂത്രിതമായിട്ട് ഇങ്ങനെ ഒരു ഇത് ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഉണ്ടായതൊരു അപ്രതീക്ഷിതമായൊരു ആക്രമണമാണെന്ന് പറയാൻ പറ്റുമോ? ഇതിപ്പോൾ അപ്രതീക്ഷിതമാണ്. ഈ അടുത്ത സന്ദർഭങ്ങളിൽ അങ്ങനെ വന്നിട്ടില്ല. നേരത്തെ പരാതി വന്ന സമയത്ത് നമ്മൾ സംസാരിച്ച് അതിനുശേഷം പിന്നെ അങ്ങനെ ഒരു ഇത് നമ്മുടെ മുന്നിലേക്ക് ആരും അങ്ങനെ ആ രീതിക്കകത്ത് വന്നിട്ടില്ല. ഇത് ശരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഭവമായി പോയി. സ്ഥിര ഒരു പ്രശ്നക്കാരനാണ് ഇയാൾ എന്നുള്ളൊരു പരാതിയൊക്കെ നാട്ടുകാരായ ആളുകൾ പറയുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, ഇവൻ ഇങ്ങനെ ആരോട്ടും അങ്ങനെ ഒരു മിങ്കിൾ ചെയ്യുന്ന കൂട്ടത്തിലല്ല ആൾ. സഹകരിക്കുന്ന കൂട്ടത്തില്ല. ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് പോലും എടുക്കില്ല, അവരായിട്ട് സഹകരിക്കില്ല. ഒറ്റയ്ക്ക് പോകും വരും. ഇങ്ങനെയുള്ള ഒരു പ്രകൃതമാണ് ആളുടെ. ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിച്ചത്? ഒറ്റയ്ക്ക വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. നാടിന് തന്നെ നടുക്കുന്ന ഒരു സംഭവം, ഇത്ര വീടുകൾ കൂടിയ ഒരു ഇടം, അവിടെ എറണാകുളത്തിൻ്റെ നടുക്ക്, അതൊരു വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം. അതെ, വളരെ ദുഃഖകരമായിട്ടുള്ള സംഭവമാണ്. ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് അത്. പൊള്ളലേറ്റ 2 പേരുടെ ആരോഗ്യസ്ഥിതി അതെങ്ങനെയാണ്? അതിനകത്ത് ചേട്ടൻ്റെ ഇത് 50% മുകളിൽ പൊള്ളലുണ്ട്. ഇപ്പം ഇത് ഇത്തിരി പ്രയാസം ഉള്ള സാഹചര്യത്തിലാണെന്നാണ് പറഞ്ഞേക്കണം. ഇപ്പോൾ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ നമുക്ക് വിവരം കിട്ടിയിട്ടുള്ളത്. സ്ഥലം തർക്കങ്ങളാണ് ഇതിലേക്ക് ഈ ഒരു അക്രമത്തിലേക്ക് കലാശിച്ചത് അല്ലേ? അതെ, ചെറിയ തർക്കങ്ങൾ ഇവർ തമ്മിലുണ്ട്. അതുകൊണ്ടാണ് ചേച്ചിയുടെ CCTV വെച്ചത്. ആ തർക്കം ഉണ്ടായ സമയത്ത് നമ്മുടെ മുന്നിൽ 1-2 പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ പറഞ്ഞ് സംസാരിച്ച് ഇനിയും മേലെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ് ആ രീതിക്ക് അത് പറഞ്ഞു. പിന്നെ വേറെ കുറച്ചാളായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ആ രീതി ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ഈ വാർത്ത കേട്ടപ്പോഴാണ് നമ്മളെല്ലാം വളരെ ദുഃഖം. സമാനമായ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഈ അടുത്ത സമയത്തിലൊന്നും ആരും അങ്ങനെ ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല. ഇല്ല, നമ്മുടെ മുമ്പിൽ അങ്ങനെ വന്നിട്ടില്ല. ഇവർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നം എന്താ? ഈ വേസ്റ്റ് എടുത്തിട്ട് ഈ ചേച്ചിയുടെ വീട്ടിലേക്ക് വലിച്ചെറിയും, വേസ്റ്റ് എടുത്തിടും, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ ആ വേസ്റ്റ് എടുത്തിടുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ 1-2 പ്രാവശ്യം അയാൾ വിളിച്ച് സംസാരിച്ചു. എന്നോട് പരാതി പറഞ്ഞപ്പോൾ തന്നെ സംസാരിച്ചു. അപ്പോൾ ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകില്ല ഏട്ടാ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ ഇയാൾ അങ്ങനെ ആരോട് സഹകരിക്കുന്നൊരു പ്രകൃതമല്ലേ. ഇയാൾ പോയി കഴിഞ്ഞാൽ ആരും കാണില്ല ഇയാൾ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രകൃതമാണ് ഇയാളുടെ. ഈ ആക്രമണം നടത്തിയതിന് ശേഷം ഇയാൾ പോയി ആത്മഹത്യ ചെയ്യായിരുന്നു? അതെ. ഇവിടെ തന്നെയാണോ വർഷങ്ങളായിട്ട് ഇയാൾ താമസിച്ചുകൊണ്ടിരുന്നത്? എങ്ങനെയാണ് ആ വിവരങ്ങൾ എങ്ങനെയാണ്? അത് ഇവിടെ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. തറവാട് വീടാണ്. ഈ തറവാട് വീട്ടിൽ തന്നെ ഏകനായിട്ട് താമസിക്കുക സംഭവം. തീർച്ചയായും എന്തായാലും ഈ ആശുപത്രിയിലെത്തിയ 2 പേരുടെ ആരോഗ്യനില അത് അല്പം ഒരു ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. 50%-ലേറെ ഭാര്യയ്ക്കും ഭർത്താവിനും പൊള്ളലേറ്റു എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു വലിയ ഞടുക്കം തന്നെയാണ് ഇവിടെ ഈ അക്രമത്തിൽ ഉണ്ടായിരുന്നത്. കാരണം എറണാകുളം നഗരത്തിന് നടുവിലാണ്, വടുതലയിലാണ് ഈ ഒരു അക്രമം ഉണ്ടായത്. ഈ വാഹനത്തിൽ ഈ ഇടുങ്ങിയ വഴിയിലൂടെ വരുന്ന സമയത്തായിരുന്നു ഏകദേശം 8 മണിയോടെയായിരുന്നു ഈ അക്രമം ഉണ്ടായത്. അതിനുശേഷമാണ് ഇയാൾ പോയി ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസ് എത്തിയ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. എന്തായാലും വലിയൊരു ഞെട്ടൽ, വലിയൊരു ആശങ്ക തന്നെയാണ് ഇവിടുത്തുകാർക്ക് ഉണ്ടായിരുന്നത്. നേരത്തെ ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇത്ര വലിയ ഒരു കൊലപാതകത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ചേട്ടാ, എങ്ങനെയായിരുന്നു സംഭവം? ഞാൻ തൊട്ട് പുറയിലെ വീടാണ്.
അപ്പോൾ ഞാൻ ഈ കരച്ചിൽ കേട്ടാ ഓടി വരുന്നത്. വരുമ്പോൾ ഈ വണ്ടി കത്തിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ പേരും വേറെ ആക്സിഡൻ്റ് ആയേക്കണേന്ന് ഇടവഴിയാണല്ലോ. അപ്പോൾ ആക്സിഡൻ്റ് ആയേക്കണമെന്നാണ് ഞാൻ കരുതിയത്. പിന്നെയാണ് ഈ ക്രിസ്റ്റഫർ ദേഹത്ത് കത്ത് പിടിച്ച രീതിയിൽ അവിടെ കണ്ടത്. ഞാനാണ് ക്രിസ്റ്റഫറിനെ കൊണ്ടുവന്ന് ഓട്ടോറിക്ഷയ്ക്ക് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ ക്രിസ്റ്റഫറിനോട് ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് ഭാര്യ ഭർത്താവും കൂടി ഇതിൽ വരുമ്പോൾ അവൻ ഈ ആത്മഹത്യ ചെയ്ത വില്യംസ് അവരുടെ കോമ്പൗണ്ടിൻ്റെ അകത്ത് നിന്നിട്ടും സംസാരിക്കുന്ന രീതിയിൽ പറഞ്ഞു നിർത്തിയപ്പോൾ ഇവൻ വണ്ടി നിർത്തി, എന്തോ പറയാനാണെന്നുള്ള ഇതിൽ ക്രിസ്റ്റഫർ വണ്ടി നിർത്തി. ഉടനെ തന്നെ കയ്യിൽ കരുതിയ പെട്രോൾ എടുത്ത് ഒഴിച്ച് തീ വെച്ചു. ആസൂത്രിതമായൊരു അക്രമം തന്നെയായിരുന്നു. അത് തന്നെ, അത് കരുതി കൂട്ടിയാണല്ലോ. അവിടെ പെട്രോൾ കുപ്പിയും സഞ്ചിയും എല്ലാം ഇരിപ്പുണ്ടല്ലോ. പോലീസ് അടുത്തിടയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ പ്രകോപനം കുറേ നാളായിട്ടില്ല. പക്ഷേ ഇത് പ്രശ്നം ഇത് കുറേ നാളായിട്ടുള്ള ഈ വ്യക്തിപരമായിട്ട് നിന്ന് ഉണ്ടായേക്കണേ, അല്ലാണ്ട് അതിർത്തി തർക്കമൊന്നും അല്ല. ഇവിടെ ചാനലിൽ പറഞ്ഞ അതിർത്തി തർക്കമെന്ന് പറഞ്ഞാൽ അതല്ല പ്രശ്നം. ഇത് ഇതിലെ കൂടി പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയും മനസ്സിലായില്ലേ, അതിൽ നിന്ന് ഉണ്ടായേക്കണ ഒരു വ്യക്തിപരമാണ്. പിന്നെ CCTV വെച്ച് ക്രിസ്റ്റഫർ വീട്ടിൽ അത് വെക്കാനുണ്ടായ കാരണം ഞങ്ങൾ കൂടി അറിഞ്ഞുള്ള കാര്യമാണ്. മാലിന്യം അകത്ത് പലതവണ എറിഞ്ഞതായിട്ട് കണ്ട്, മനുഷ്യ വിസർജനം കണ്ട്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് CCTV വെച്ചത്. CCTV വെച്ചത് വീണ്ടും വില്യംസിന് പ്രകോപിതമായി. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഇടവഴിയിലേക്ക് തിരിച്ചു വെക്കുമ്പോൾ അത് വില്യംസിൻ്റെ നേരെയാണ് വന്നേക്കണത്. അപ്പോൾ നമുക്കിത് ആരെ എറിഞ്ഞേക്കണേന്നും അറിയില്ല. ഇവർ രണ്ടുപേരും വന്ന് എൻ്റെ വന്ന് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യം. അപ്പോൾ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രിസ്റ്റഫർ കേസ് കൊടുത്ത്. അതിപ്പോഴല്ല, കുറേ നാളുകൾക്ക് മുമ്പാണ്. ഈ അടുത്തായിട്ട് നമ്മൾക്കിങ്ങനെ ഒരു മുഖതാവിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടായിട്ട് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളിവിടുത്തെ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ നമുക്കറിയാമല്ല ഓരോ കാര്യങ്ങൾ. ഞങ്ങളുടെ ഇപ്പോൾ ഈ റെസിഡൻസ് അസോസിയേഷനില്ല, പാർട്ടിയുടെ അകത്തായിരുന്നു ഈ തർക്കം വന്നിട്ടില്ല. ഒരു 6 മാസം മുമ്പ് ഇത് തർക്കം ഉണ്ടായിട്ട് കൗൺസിലറുടെ ഇടപെട്ട് പറഞ്ഞ് തീർത്തതാണ്. പരിക്കേറ്റ ആളുടെ ഒരു ആരോഗ്യസ്ഥിതി അതെങ്ങനെയാണ്? അത് ഞാനിവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ മൊത്തം കത്തിയിരിക്കണ അവസ്ഥയിലാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അറിഞ്ഞത് ക്രിട്ടിക്കലാണെന്നാണ്. എന്താണെന്നുള്ളത് ഇനി നാളെയൊക്കെ രാവിലെ അറിയാൻ പറ്റുള്ളൂ. ഇത്രയും വീടുകൾ തിങ്ങിയ ഒരിടം എറണാകുളത്തിൻ്റെ നടുക്ക് ഇതൊരു വലിയ അപ്രതീക്ഷിതമാണ്. അതെ, നമുക്കപ്പോൾ വളരെ ദുഃഖമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെയുള്ളതൊരു ഇഷ്യൂസ് ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു പ്രയാസം ഞങ്ങൾക്കുണ്ട്. ഒരു പ്രയാസത്തിന് അപ്പുറത്തേക്ക് വലിയൊരു ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. അപ്രതീക്ഷിതമായി തന്നെ ആണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. എന്തായാലും കരുതിക്കൂട്ടി തന്നെയായിരുന്നു ഈ ആക്രമണം എന്ന് ആണ് ആളുകളൊക്കെ തന്നെയും പറയുന്നത്. എന്തായാലും രണ്ടുപേരുടെയും ആരോഗ്യസ്ഥിതി ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ്. അതുതന്നെയാണ് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്തായാലും പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്.